ശൈഖുന ഉസ്താദ് പറഞ്ഞതുപോലെ ലോകം മുഴുവൻ അങ്ങേ അറ്റത്തെ ഭീതിയിലാണ്. യുദ്ധം എങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ. യുദ്ധം നടത്തുന്ന ആളുകൾക്ക് ഞങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ. 2 ആഴ്ചയിലധികം യുദ്ധം നീണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തി, അവരെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ, മാരകശേഷിയുള്ള ബോംബുകൾ, ഇതൊക്കെ ഉപയോഗിച്ചു എങ്കിലും ഒരാഴ്ച കൊണ്ട് എല്ലാം തീർത്ത് യുദ്ധം അവസാനിപ്പിക്കാം എന്ന് കരുതി യുദ്ധത്തിന് പുറപ്പെട്ട ആളുകൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അല്ലാഹു തആല അക്രമികളെ നശിപ്പിക്കുമാറാവട്ടെ. ഇത് നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യണം. യുദ്ധത്തിൻ്റെ തുടക്കാൻ കാരണം ആരാണ്, ആരെ ഭാഗത്താണ് ന്യായം, ആരെ ഭാഗത്താണ് അന്യായം, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയൂല എന്ന് ശൈഖുന ഉസ്താദ് അവർകൾ തന്നെ പറഞ്ഞു. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ അക്രമമാണ്. ഇതിൽ യാതൊരു തർക്കവുമില്ല. അത്തരം അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ. അക്രമികൾക്ക് ആരെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അക്രമികളെ സഹായിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ അക്രമികൾക്ക് അവരുടെ അക്രമം നിർത്താനും അക്രമികളെ സഹായിക്കുന്നവർക്ക് ആ സഹായം നിർത്തിവെക്കാനും അതുവഴി മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാകുന്ന രീതിയിൽ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള ഒരു യുദ്ധാവസാനം എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇതിനു വേണ്ടി നമ്മൾ നല്ലോണം ദുആ ചെയ്യണം. നമ്മളൊക്കെ കേട്ട് പഠിച്ച കുറേ പദങ്ങളുണ്ട്. വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആശുപത്രിയിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളെ പ്രത്യേകമായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി അവരുടെ ജീവൻ തൽക്കാലം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് വെന്റിലേറ്റർ. ആ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്ന രോഗിക്ക് സ്വന്തമായി ശരീരം ചലിപ്പിക്കാൻ സാധിക്കൂല. അയാൾക്ക് മറ്റൊരാളെ നേരിടാൻ കഴിയില്ല. അയാൾക്ക് ഒരാളെയും ആക്രമിക്കാൻ കഴിയില്ല. അയാൾക്ക് നാവൊന്ന് അനക്കിയിട്ട് ആരോടെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം തരണം എന്ന് പറയാൻ പോലും പറ്റൂല. അത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ മേൽ ബോംബിട്ടുകൊണ്ട് വെന്റിലേറ്ററിലുള്ള പാവങ്ങളെ കൊന്നൊടുക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തുകൊണ്ട്. പറയുന്നതോ ഈ ആളുകളൊക്കെ അങ്ങേ അറ്റത്തെ ഭീകരന്മാരാണ്. രണ്ടാമത് നമ്മൾ കേട്ട മറ്റൊരു പദമാണ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ 8 or 9 മാസം ഈ ഭ്രൂണം അവിടെ കിടന്ന് അതിന് ഉണ്ടാകേണ്ട വളർച്ച എത്തിയതിനു ശേഷം പൂർണ്ണ വളർച്ച എത്തിയിട്ട് പ്രസവിക്കുക എന്നതാണ് സാധാരണ നടക്കുന്നതെങ്കിൽ 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ പൂർണ്ണ വളർച്ചയാകുന്നതിൻ്റെ മുമ്പെങ്ങാനും ഒന്നുകിൽ പ്രസവിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ഈ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ കുട്ടിയെ ഈ 5 or 6 മാസമാകുമ്പോഴേക്ക് എടുത്ത് പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ടായി. ആ സമയത്ത് അത്തരം കുട്ടികൾക്ക് കുറച്ചുകൂടി ഗർഭാശയത്തിലെ അതേ സാഹചര്യം ഉണ്ടാക്കി അവരെ
പ്രത്യേകം വെക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഗാസയിൽ വെന്റിലേറ്ററിൽ മാത്രം കിടക്കുന്ന 2500 രോഗികളെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നു എങ്കിൽ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന 1300 ശിശുക്കളെ ഇസ്രായേൽ കൊന്നൊടുക്കിയെങ്കിൽ മൂന്നാമത്തെ ഒരു പദം ലേബർ റൂം എന്നതാണ്. ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഹോസ്പിറ്റലുകളിൽ ഗർഭിണികളെ പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെയുള്ള റൂമിൻ്റെ പേരാണ് ലേബർ റൂം. അവിടെയാണ് ഈ ഗർഭിണികളായ സ്ത്രീകളുടെ പ്രസവങ്ങൾ നടക്കാറുള്ളത്. അങ്ങനത്തെ ലേബർ റൂമുകൾ തകർത്തുകൊണ്ട് ആയിരക്കണക്കിന് ഗർഭിണികളെ കൊന്നതാണ് ഗാസയിലും അതുപോലെ തന്നെ ഇറാനിലും ലബനാനിലുമൊക്കെ ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന അക്രമം എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നോക്കൂ, ആ ഇറാനിലെ ഒരു സ്കൂളിൽ 170 കുട്ടികളാണ്. 170 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 7 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളാണ് മീനാബ് എന്ന് പറയുന്ന സ്ഥലത്തെ ആ ചെറിയ സ്കൂളിലുള്ളത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയുടെ വൻ പ്രഹരശേഷിയുള്ള ബോംബ് കൊണ്ടുപോയിട്ട് ആ സ്കൂളിലെ ഈ കുട്ടികൾ മുഴുവനും, മാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന ഏതാനും അധ്യാപകരും ആയമാരും അടക്കം അവിടെയുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടത്. വെന്റിലേറ്ററിലുള്ള രോഗികളെ കൊന്നതിന് പറഞ്ഞ കാരണം അവർ ഭീകരന്മാരാണ് എന്നാണെങ്കിൽ, ഗർഭപാത്രത്തിൽ ചെലവഴിക്കേണ്ട സമയത്തിന് മുമ്പ് തന്നെ പുറത്തെടുക്കേണ്ടി വന്നതിൻ്റെ പേരിൽ ഇൻക്യുബേറ്ററിൽ കഴിച്ചുകൂട്ടേണ്ട ശിശുക്കളെ കൊന്നതിന് കാരണം പറയുന്നത് അവർ ഭീകരന്മാരാണ് എങ്കിൽ, ഗർഭിണികളെ ലേബർ റൂമിൽ ബോംബിട്ട് കൊല്ലുന്നതിനും പറയുന്ന കാരണം ഇവരൊക്കെ ഭീകരന്മാരാണ് എങ്കിൽ, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളുടെ സ്കൂളിൽ ബോംബിട്ട് എല്ലാവരെയും കൂടി ഒറ്റയടിക്ക് അങ്ങ് കൊന്നൊടുക്കുന്നതിന് പറയുന്ന കാരണവും അവരൊക്കെ ഭീകരന്മാരാണ് എന്നതാണെങ്കിൽ, എന്തും ലോകത്തോട് വിളിച്ചു പറയാം. ഞങ്ങളെന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവരെ അംഗീകരിക്കണം, അല്ലാതെ മറ്റൊരാൾക്കും മിണ്ടാൻ പോലും അവകാശമില്ല എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ആ വഴി പിന്തുടരുന്ന ആളുകളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയ ഒരു അക്രമം ഇനി ലോകത്തുണ്ടോ? ഖുർആൻ ഖത്മ് ചെയ്യുന്ന പരിപാടി കൂടിയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അവർകൾ പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടും എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത്. ഷാഫി ഉസ്താദിൻ്റെ ഖുർആൻ ക്ലാസ് വർഷങ്ങളായി ഇവിടെ നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ എന്ന് പോലും ചിലരൊക്കെ അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കാറുണ്ട്. എന്നാ പരിശുദ്ധ ഖുർആൻ ഇത്തരം ഒരുപാട് ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വലിയ തീക്കുണ്ടങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ തീക്കുണ്ടങ്ങളുടെ അടുത്തേക്ക് പോലും ഒരു ജീവനുള്ള സാധനത്തിന് അടുത്ത് ചെല്ലാൻ മനുഷ്യർക്കോ അല്ലാത്തവർക്കോ അതിൻ്റെ അടുത്തേക്ക് പോലും പറ്റാൻ ചെന്നെത്താൻ കഴിയാത്ത അത്രയും ഘോരമായ അഗ്നികുണ്ഡം തയ്യാറാക്കി മറ്റു ഉപകരണങ്ങൾ, മിസൈൽ ലോഞ്ചറുകളോ ലോക്കറ്റ് ലോഞ്ചറുകളോ പോലെയുള്ള മെഷീനുണ്ടാക്കി ദൂരെ വെച്ചുകൊണ്ട് ആ ലോഞ്ചറിൽ വിശ്വാസികളെ പിടിച്ചിരുത്തിക്കൊണ്ട് ഈ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കൂട്ടരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളോട് ഈ രീതിയിലൊക്കെ അക്രമികൾ എക്കാലത്തും
പെരുമാറിയിരുന്നു. ഇന്ന് കാണുന്നതിനേക്കാളൊക്കെ വലിയ അക്രമം മുമ്പ് നടന്നിരുന്നു. ഇസ്രായേലികൾ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ യഹൂദികളാണ്. ആ യഹൂദികളുടെ സ്വഭാവം എത്ര വട്ടമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാനൂ യഖ്തുലൂനൽ അംബിയാ, അവര് അമ്പിയാക്കന്മാരെ വരെ കൊല്ലുന്നവരായിരുന്നു. പിന്നെയുണ്ടോ സാധാരണക്കാരെ ബോംബിട്ട് കൊല്ലുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? വഖാല ഫിർഔനു ദറൂനി യഖ്തുൽ മൂസാ വൽയദ്ഉ റബ്ബഹ് ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. നോക്കണം, ഈ അക്രമിയായ ഫിർഔൻ ലോകത്ത് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഫിർഔൻ പ്രഖ്യാപിക്കുകയാണ്, മൂസയെ ഞാൻ കൊന്നുകളയും. എന്തിനാ ഞാൻ മൂസയെ കൊല്ലുന്നത്? എന്തിനാ ഇറാനിലും ഫലസ്തീനിലും ഒക്കെ ബോംബിടുന്നത്? അവർക്ക് അണവായുധമുണ്ടാകും, അവര് ഭീകരന്മാരാകും എന്ന് അമേരിക്ക പറയും പോലെ 2 ആറ്റം ബോംബ് ലോകത്ത് ഉപയോഗിച്ചത്. അഥവാ നമുക്കറിയാം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും 2 ബോംബ്. അമേരിക്കയാണ് ലോകത്ത് ആദ്യമായി ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഈ ആറ്റം ബോംബ് ഉപയോഗിച്ചത്. ആ ആറ്റം ബോംബ് കാരണമായിട്ട് 2 ബോംബ് കൊണ്ട് ലക്ഷങ്ങളാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കണം, 1, 2, 10, 100, 1000 അല്ല. ഈ 2 ദിവസമായി ഇട്ട 2 ബോംബ് കാരണമായിട്ട് ജപ്പാനിൽ അന്ന് കൊല്ലപ്പെട്ടത് ലക്ഷങ്ങളാണ്. ഇങ്ങനെ ആറ്റം ബോംബ് ഉണ്ടാക്കി എന്നല്ല, അതുപയോഗിച്ച് ലോകത്തെ ജനങ്ങളെ ലക്ഷങ്ങളെ കൊന്നൊടുക്കി അമേരിക്ക പറയുന്നു. ഇതിനൊക്കെ ഞങ്ങൾക്കാണ് അവകാശം, ഇത് മറ്റുള്ളവർക്കാർക്കും ഇതിന് അവകാശമില്ല. നമുക്കും സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. ഇത്രയും മാരകമായ ആയുധം ആരും ഉണ്ടാക്കാൻ പാടില്ല. ആദ്യം ഉണ്ടാക്കിയതും അതുപയോഗിച്ച് ജനങ്ങളെ കൊന്നതും ഞങ്ങളായതുകൊണ്ട് ഞങ്ങളടക്കം ഇതൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക, ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയ ലോജിക്കായിരുന്നു. പക്ഷേ ഞങ്ങളത് നശിപ്പിക്കുകയില്ല. ഞാൻ ഭയപ്പെടുകയാണ്, യുദ്ധം നീണ്ടുപോയാൽ അമേരിക്ക ആറ്റം ബോംബ് വരെ ഇറാനിൽ പ്രയോഗിച്ചുകൂടായികയില്ല. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബിയെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയ ഈ ഫിർഔൻ പറഞ്ഞ ന്യായം എന്താണ്? അയാൾ പറയുന്നത്, ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനക്കും ഔ അൻ യുദ്ഹിറ ഫിൽ അർദിൽ ഫസാദ്. ഇവനാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. അമേരിക്ക പറയുന്ന അതേ ന്യായം, ഇസ്രായേൽ പറയുന്ന അതേ ന്യായം, ഇതേ ന്യായം പണ്ടേ അക്രമികളൊക്കെ പറയുകയും അവരുടെ അഹങ്കാരത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനേകം ഉദാഹരണം പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന സംശയമാണ്, ഈ അക്രമങ്ങളൊക്കെ അല്ലാഹു തആല കാണുന്നില്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തിൽ പറയുന്നത്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങൾ, ഈ ക്രൂരതകൾ, ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, ഇതൊന്നും അല്ലാഹു തആല കാണുന്നില്ല എന്ന് നിങ്ങളാരും മനസ്സിലാക്കേണ്ടതില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഒരു സമയം വരാനുണ്ട്. ഇന്നമാ യുഅഖിറുകും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഈ കൊലകൊമ്പന്മാരൊക്കെ പേടിച്ച് വറക്കുന്ന, തല ഉയർത്തിയൊന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് നോക്കാൻ പോലും പറ്റാതെ ഇവരൊക്കെ തകരുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടി, ആ സമയത്തേക്ക് വേണ്ടി അല്ലാഹു തആല കാത്തിരിക്കുകയാണ്. അല്ലാതെ അല്ലാഹു തആല ഇത് കാണാനിട്ടല്ല എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ ഈമാൻ ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അവരുടെ സഹോദരന്മാർ ഈ രൂപത്തിൽ കൊല ചെയ്യപ്പെടുമ്പോൾ അവരുടെ ഈമാൻ സ്വാഭാവികമായും ദുർബലമായി പോകും. പടച്ചവരെ, മുഅ്മിനീങ്ങളുടെ ഈമാനിന് നീ ശക്തി നൽകണേ അല്ലാ, അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. പടച്ചവരെ, അക്രമികൾ അവർ എത്ര വലിയ കൂട്ടരാണെങ്കിലും അവരെ നീ നശിപ്പിക്കണേ അല്ലാ. നോക്കൂ, നിങ്ങൾ ഇന്ന് വന്ന വാർത്ത എന്താണ്?
എണ്ണപ്പാടങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ബോംബിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എണ്ണപ്പാടങ്ങളിലെങ്ങാനും ബോംബിടുന്നൊരവസ്ഥ വന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താൽപ്പര്യങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടുമെന്നും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഉള്ള രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിൽ ഞങ്ങളും ബോംബിടും എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വരെ ഉള്ള യുദ്ധമല്ല ഇനി ഇന്നു മുതൽ നടക്കാൻ പോകുന്നത്. ഈ രീതിയിലെങ്ങാനും ഇനി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എവിടെ എത്തും എന്ന് നമുക്കാർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കാര്യമായി ദുആ ചെയ്യുക, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക, ആ അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ അഭ്യർത്ഥിക്കുക. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടാണ്. അവിടെയുള്ള പള്ളികളും മദ്രസകളും ദീനീ പ്രവർത്തനങ്ങളും നടക്കുന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പാവങ്ങൾ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ യുദ്ധം ഇനിയും ശക്തി പ്രാപിച്ചാൽ ഇത്തരം ആളുകളെ മുഴുവൻ അത് ദോഷകരമായി ബാധിക്കും. അവരെ ദോഷകരമായി ബാധിച്ചാൽ അവരുടെ നാടിലെ കുടുംബങ്ങളെ അത് ദോഷകരമായി ബാധിക്കും. കുടുംബങ്ങളെ മാത്രമല്ല, മുഴുവൻ ദീനീ പ്രവർത്തനങ്ങളെയും അല്ലാത്ത പ്രവർത്തനങ്ങളെയും എല്ലാം ഇത് വളരെ വലിയ തോതിൽ തന്നെ ബാധിക്കും.